പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം സങ്കീർത്തന പുസ്തകത്തിൽ 62-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുലിഖിതം. ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു. ശക്തി നമ്മുടെ ദൈവത്തിൻ്റെതത്രേ. ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു. ശക്തി നമ്മുടെ ദൈവത്തിൻ്റെതത്രേ. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. പ്രൈസ് ദ ലോർഡ്. അതിനു മുമ്പ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അഭിഷേകാഗ്നി പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന അനേകം വ്യക്തികളിലും കുടുംബങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും സൗഖ്യങ്ങളുമുണ്ട്. പ്രാർത്ഥിക്കാൻ അറിയുന്നവർക്കും പ്രാർത്ഥിക്കാൻ അറിയാത്തവർക്കും സൗഖ്യമുണ്ട്. ഇത് ഒരു സാധു വിധവയുടെ ഒരു അനുഭവം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതി നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് അത് വായിച്ച് കേൾപ്പിക്കാം. വളരെ സന്തോഷത്തോടു കൂടെയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. എല്ലാ ഞായറാഴ്ചയിലും ഷാലോം ചാനലിൽ 8:30 മണി മുതലുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാമിന് വേണ്ടി സ്ഥിരം കാതോർത്തിരിക്കുന്ന ഒരു സാധു വൃദ്ധയാണ് ഞാൻ. എനിക്കുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം തലകറക്കവും മറ്റ്
ശാരീരിക തളർച്ചയുമാണ്. മനസ്സിൽ ദുഃഖമുണ്ടായാൽ ഇത് കൂടുതൽ പ്രകടമാകും. ഇതെൻ്റെ ഒരു വലിയ ബാധ്യതയാണ്. ഇന്നലെ പ്രാർത്ഥനയിൽ സ്തുതിപ്പിൻ്റെ സമയത്ത് യേശുനാഥനെ വിളിച്ച് അച്ഛൻ്റെയും സഗിയോൺ ടീമിൻ്റെയും കൂടെ ഞാൻ മനം നൊന്ത് കരഞ്ഞു. അതിനുശേഷം എൻ്റെ തലകർക്കം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞാൻ രാവിലെ വളരെ ഫ്രഷായി എഴുന്നേറ്റു. പിന്നെ എൻ്റെ ജീവിതത്തിൽ തലകർക്കം എന്നെ അലട്ടിയിട്ടില്ല. കോടാനുകോടി നന്ദി സ്തോത്രവും ദൈവത്തിന് കരയറ്റുന്നു. ഈ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എലിസബത്ത് തോമസ്, പള്ളിക്കര. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സാധു വൃദ്ധ, പ്രാർത്ഥിക്കാൻ കാര്യമായി അറിഞ്ഞുകൂടാ. എന്നാൽ അഭിഷേകഗ്നി പ്രോഗ്രാമിൻ്റെ വചനം കേട്ട് ആരാധന സമയത്ത് സ്റ്റീവനോട് ചേർന്ന് ആയിരങ്ങളുടെ പ്രാർത്ഥനയോടൊപ്പം യേശുവേ എന്ന് വിളിച്ചപ്പോൾ ആ വൃദ്ധയ്ക്ക് ഏറ്റവും ഭാരമായിട്ടുണ്ടായിരുന്ന തലവേദനയും തലകറക്കവും ശാരീരിക തളർച്ചകളും വിട്ടുമാറി. പിന്നെ ഇന്ന് വരെ അത് അദ്ദേഹത്തെ ശല്യം ചെയ്തിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് ഈ ശുശ്രൂഷകളിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ആയിരങ്ങളോടൊപ്പമാണ് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് എന്ന് തിരിച്ചറിയണം. നിങ്ങൾ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ യേശുവിനെ നാമം വിളിച്ച് ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് അത്ഭുത ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഉന്നത കരുണ, ഉന്നത ശക്തി, ഉന്നതമായ ബലം ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദാസന്മാരുടെ മേലും വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ആശ്രയം വെച്ച് അങ്ങയുടെ ശക്തിക്ക് വേണ്ടി ഹൃദയം തുറന്ന് അങ്ങയുടെ സ്വരത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന പതിനായിരങ്ങളുടെ മേൽ അങ്ങ് ഈ സമയം, ഈ നിമിഷം അത്ഭുതങ്ങളെ വർഷിക്കണമേ. അനേക കുടുംബങ്ങളിൽ ഇന്ന് വരെ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുടെ മേൽ ഇപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, അവിടുന്ന് ശക്തിയുടെ ദൈവമാണല്ലോ, അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ, അവിടുന്ന് വിടുതലിൻ്റെ ദൈവമാണല്ലോ, അവിടുന്ന് അഭിഷേകത്തിൻ്റെ ദൈവമാണല്ലോ. ഇപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളുടെ മേൽ അവിടുന്ന് മടങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പിതാവേ, ഇസ്രായേലിൻ്റെ പതിനായിരങ്ങളുടെ മേൽ അവിടുന്ന് മടങ്ങി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആകാശം ചായിച്ചിറങ്ങി വരണമേ. ആയിരം രഥവ്യൂഹങ്ങളോടെ കടന്നു വരുന്ന കർത്താവെ, ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ തുറക്കണമേ. ദൈവിക ദാഹമില്ലാത്തവരെ ഉണർത്തണമേ. ആത്മീയ അന്ധത ബാധിച്ചവരുടെ കണ്ണുകളെ അവിടുന്ന് സ്പർശിക്കണമേ. ആന്തരിക ദർശനങ്ങൾ അവിടുന്ന് നൽകണമേ. ആത്മീയ ബോധ്യങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. സ്വർഗീയ അഭിഷേകങ്ങൾ കൊണ്ട് സമ്പന്നമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളിൽ ഇപ്പോൾ വചനം ശ്രവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യക്തികളുടെ ഹൃദയങ്ങളിൽ വചനം സ്വീകരിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ 13 വർഷക്കാലത്തെ ശുശ്രൂഷകൾക്കിടയിൽ ദൈവമായ കർത്താവിനെ കുറിച്ച് അച്ഛനും അതിശക്തമായൊരു ബോധ്യം ലഭിച്ചിട്ടുണ്ട്. ബൈബിളിലെ ദൈവം ജീവിക്കുന്ന ദൈവം, ശക്തിയുടെ ദൈവമാണ്. സങ്കീർത്തന പുസ്തകത്തിൽ 62-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ അതിനെക്കുറിച്ചുള്ള വെളിപാടാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു. ശക്തി നമ്മുടെ ദൈവത്തിൻ്റെതത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ദൈവത്തെ ആരാധിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് നിറയുക എന്നുള്ളത്. ദൈവം വിടുതലിൻ്റെ ദൈവമാണെന്നതുപോലെ തന്നെ, ദൈവം വിശുദ്ധിയുടെ ദൈവമാണെന്നതുപോലെ തന്നെ, ദൈവം സ്നേഹത്തിൻ്റെ ദൈവമാണെന്നതുപോലെ തന്നെ അതിശക്തമായൊരു പ്രബോധനമാണ് ദൈവം ശക്തിയുടെ ദൈവമാണ്. ശക്തി നമ്മുടെ ദൈവത്തിൻ്റെതത്രേ. എല്ലാ ശക്തിയും നമ്മുടെ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ സ്വരം പ്രതാപമുറ്റതത്രേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവം ശക്തിയുടെ ദൈവം. അതുകൊണ്ട് ദൈവലിഖിതങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ഇടപെടലുകളെ കുറിച്ച് വിവരിക്കുമ്പോൾ ആ ഇടപെടലുകളുടെ പ്രത്യേകതകളെയും വർണ്ണിക്കുന്നുണ്ട്. ആ ഇടപെടലുകളെല്ലാം പ്രത്യേകത എങ്ങനെയാണ്? അത്ഭുത ശക്തി പ്രവഹിക്കുന്ന, അത്ഭുത ശക്തി വ്യാപരിക്കുന്ന ഇടങ്ങളായി ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ ഇടങ്ങൾ മാറുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യം,
കർത്താവ് സംസാരിക്കുന്നതിനെ കുറിച്ചാണ് തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുന്നത്. ഇങ്ങനെയാണെന്ന് വായിക്കുന്നത്: കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. കർത്താവിൻ്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു. കർത്താവിൻ്റെ സ്വരം ഓക്ക് മരങ്ങളെ ചുഴറ്റുന്നു. അത് വനത്തെ വൃക്ഷരഹിതമാക്കുന്നു. വലിയ വ്യത്യാസങ്ങളെ കൊണ്ടുവരുന്ന ശക്തിയാണ് കർത്താവിൻ്റെ സ്വരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്വരം അഗ്നി കണക്കെ അധരത്തിൽ നിന്ന് പ്രവഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്വരം ശക്തി തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണ്ടാകട്ടെ എന്ന് അവിടുന്ന് അധരം തുറന്ന് പറഞ്ഞപ്പോൾ സൃഷ്ടപ്രപഞ്ചം രൂപപ്പെട്ടു വന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ശക്തിയുടെ ദൈവമാണ്. വീണ്ടും സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 76-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യം: അവിടുന്ന് ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലം പതിച്ച്, മിസ്രൈമ്യർ ഈയക്കട്ട പോലെ ചെങ്കടലിൽ ആണ്ടുപോയി. ഹല്ലേലൂയ. അവിടുന്ന് ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലം പതിച്ച്. അവിടുത്തെ സ്വരം അതിശക്തിയുടെ സ്വരമാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 74-ാം സങ്കീർത്തനത്തിൽ 13-ാമത്തെ വാക്യം: ശക്തിയാൽ അവിടുന്ന് കടലിനെ വിഭജിച്ചു. ബൈബിളിൽ ദൈവത്തിൻ്റെ ഇടപെടലിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം വിശേഷിപ്പിക്കുന്ന ഒരു വിശേഷണമാണ് ശക്തിയുടെ ഇടപെടൽ. ഹല്ലേലൂയ. ദൈവം ശക്തിയുടെ ദൈവമാണ്. നമ്മുടെ ദൈവം ശക്തിയുടെ ദൈവമാണ്. ശക്തി നമ്മുടെ ദൈവത്തിൻ്റെതത്രേ. അവിടുന്ന് തൻ്റെ ശക്തിയാൽ കടലിനെ വിഭജിച്ചു. സമുദ്രത്തിൻ്റെ വ്യാളത്തെ അവിടുന്ന് തല തകർത്തു. അവിടുന്ന് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ഹല്ലേലൂയ. 74-ാം സങ്കീർത്തനത്തിൽ 13-ാമത്തെ വാക്യം: പ്രൈസ് ദി ലോർഡ്. ലെവിയാഥൻ്റെ തലകൾ അവിടുന്ന് തകർത്തു. സമുദ്രത്തിലെ ഭീകരസത്വങ്ങളുടെ തലകൾ അവിടുന്ന് പിളർന്നു. സമുദ്രത്തിലെ ഭീകരസത്വങ്ങൾ, ലെവിയാഥൻ, ഇത് അശുദ്ധാത്മാക്കളുടെ തിന്മയുടെ ശക്തിയുടെ പ്രതിരൂപമാണ്, തിന്മയുടെ ശക്തിയുടെ പ്രതീകമാണ്. അവിടുന്ന് ലെവിയാഥൻ്റെ തലകളെ തകർക്കുന്നു. സമുദ്രത്തിലെ ഭീകരസത്വങ്ങളുടെ തലകളെ പിളർക്കുന്നു. ശക്തിയാൽ കടലിനെ വിഭജിക്കുന്നു. അഗ്നിജ്വാലകൾ പോലെ തൻ്റെ സ്വരത്തെ പുറപ്പെടുവിക്കുന്നു. തൻ്റെ സ്വരത്താൽ ഓക്കുമരങ്ങളെ ചുഴറ്റുന്നു. തൻ്റെ സ്വരത്താൽ അവിടുന്ന് ഇടിമുഴക്കങ്ങളുടെ പിതാക്കന്മാരോട് സംസാരിക്കുന്നു. ഇങ്ങനെ വലിയ ശക്തിയുടെ പ്രവാഹമാണ് ദൈവത്തിൻ്റെ ഇടപെടലുകളെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ലിഖിതങ്ങളിൽ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ശക്തിയുടെ ദൈവത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോൾ ഓരോ ദൈവ പൈതൽ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് യേശുവേ എന്ന് വിളിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തി ഈ ദൈവത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ്, ഈ ശക്തിയുടെ ദൈവത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ്, ഈ ശക്തിയുടെ ദൈവത്തെ ഉള്ളുകൊണ്ട് ബോധ്യപ്പെട്ട് ശക്തിയുടെ ദൈവത്തെ ആരാധിച്ചാൽ, ശക്തിയുടെ ദൈവത്തെ വിളിച്ചാൽ, ആ ദൈവം വ്യാപരിക്കുമ്പോൾ അത്ഭുത ശക്തി പ്രകടമാകും. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതൽ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് യേശുവേ എന്ന് ശക്തിയോടെ വിളിച്ചപ്പോൾ ഈ ശക്തിയുടെ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി പ്രവഹിച്ച് കിലോമീറ്ററുകൾക്ക് അകലെ ഭവനത്തിൽ തിന്മയ്ക്കും പിശാചിനും അടിമപ്പെട്ട് കിടന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി സുബോധം വീണ്ടെടുത്ത് തിന്മകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അത്ഭുത ഡെലിവറൻസ് അഭിഷേകം പ്രാപിച്ച് ഇതാ വിടുതലും വ്യത്യാസവും പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ അനുഭവം അവർ തന്നെ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2006 മാർച്ച് മാസത്തിൽ എൻ്റെ ഭാര്യ ധ്യാനം കൂടി. ആ ദിവസങ്ങളിൽ എനിക്ക് പുകവലി ചെയ്യാൻ പറ്റാതെയായി. അതിനുശേഷം ഇന്ന് വരെ 1 വർഷം കഴിഞ്ഞിട്ടും പുകവലിക്കാൻ പറ്റുന്നില്ല. 18 വയസ്സ് മുതൽ ആരംഭിച്ച പുകവലിയാണ്. ഇപ്പോൾ എനിക്ക് വയസ്സ് 63. എൻ്റെ ആ ദുശീലം എന്നിൽ നിന്ന് പൂർണ്ണമായും വിട്ടൊഴിഞ്ഞു പോയി. ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. KJ തോമസ്, കൈതച്ചിറ, കൈറാടി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്താ സംഭവിച്ചത്? ഈ ചേട്ടൻ്റെ ചേച്ചി ശക്തിയുടെ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു, എൻ്റെ ചേട്ടൻ ഇവിടെ ഈ ധ്യാനകേന്ദ്രം എന്നോട് കൂടി ഇല്ലെങ്കിലും ഞാൻ ഈ ശക്തിയുടെ ദൈവത്തെ ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി പ്രവഹിച്ച് കിലോമീറ്ററുകൾക്ക് അകലെ എൻ്റെ ഭവനത്തിൽ എൻ്റെ ജീവിത പങ്കാളിയെ വ്യത്യാസപ്പെടുത്തുമെന്ന് വിശ്വസിച്ച് യേശുവേ എന്ന് വിളിച്ചു. അത്ഭുതം സംഭവിച്ചു. ദൈവശക്തി പ്രകടമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തി നമ്മുടെ ദൈവത്തിൻ്റെതത്രേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത്
ഈ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഈ അഭിഷേകത്തിൻ്റെ ദൈവത്തെ, ഈ അഗ്നിയുടെ ദൈവത്തെ, ഈ ശക്തിയുടെ ദൈവത്തെ ഹൃദയത്തിൽ തട്ടി വിളിച്ചാൽ, മനസ്സിൽ തട്ടി വിളിച്ചാൽ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ശക്തി പ്രവഹിക്കും. നിങ്ങൾ എത്ര ദൂരെയുള്ള ആൾക്ക് വേണ്ടിയാണെങ്കിലും, നിങ്ങൾ എത്ര ദൂരെയുള്ള വ്യക്തിയെ ഓർത്താണെങ്കിലും അവർക്ക് വേണ്ടി നിങ്ങൾ വിളിച്ചാൽ ആ വ്യക്തിയുടെ മേൽ ഈ ശക്തി പ്രവഹിക്കും. തിന്മയിൽ ഇരിക്കുന്നവർക്ക് വിടുതലുണ്ടാവും, നിരീശ്വര ചിന്തയിരിക്കുന്നവർക്ക് വ്യത്യാസം ഉണ്ടാകും, രോഗത്തിൽ ഇരിക്കുന്നവർക്ക് സൗഖ്യം ഉണ്ടാകും. ഈ ശക്തി വിടുതൽ നൽകുന്ന ശക്തി എത്രേ! ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ്റെ ആദ്യത്തെ ഇടവകയിൽ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞൊരു അനുഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ സർവാതിശയിയായ ദൈവത്തെ കണ്ടപ്പോൾ, ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് കിട്ടിയപ്പോൾ ആ ചേട്ടൻ ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് തിരഞ്ഞെടുത്ത് പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡറായി മറ്റുള്ളവർ നിർദ്ദേശിച്ച് ഉയർത്തി. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നും അറിയാൻ പാടില്ല, ഒരു നാടൻ കർഷകൻ, 2 വാക്ക് കൂട്ടി പറയാൻ അറിയാൻ പാടില്ലാത്ത മനുഷ്യൻ. ആ മനുഷ്യൻ ദേവാലയത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് വലിയ ബലവാൻ, അങ്ങ് വലിയ ദൈവം, അങ്ങ് ശക്തിയുടെ ദൈവം, അങ്ങേക്ക് എല്ലാം അറിയാം. ഞാനോ നിരക്ഷര കുഷി, എനിക്കൊന്നും അറിയാൻ പാടില്ല, 1-ാം ക്ലാസ്സിൽ പോലും പോയിട്ടില്ല, വിവരമില്ല, കഴിവില്ല, ഞാനൊരു സാധു, അങ്ങ് വലിയവൻ. ഇങ്ങനെ ദൈവത്തിൻ്റെ സർവാതിശയിയായ ഭാവത്തെ ഈ പാവം കർഷകൻ ഏറ്റുപറഞ്ഞ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഒരു ശക്തി ആവസിച്ച് അദ്ദേഹം പറയുകയാണ്, അതുവരെ ഉണ്ടായിരുന്ന അപകർഷത മാറി, അതുവരെ ഉണ്ടായിരുന്ന ലജ്ജ മാറി, അതുവരെ ഉണ്ടായിരുന്ന നാണം മാറി, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രാർത്ഥന ലീഡ് ചെയ്യാൻ തക്കവിധമുള്ള ശക്തി കൊണ്ട് ഞാൻ നിറഞ്ഞ് ഇവിടെ സജീവൻ ധ്യാനകേന്ദ്രത്തിൽ വന്നിട്ട് ഈ ഓഡിറ്റോറിയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സകല ജനത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് ശക്തിയോടെ പറയാൻ തക്കവിധം ആ വ്യക്തി ബലം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ ഉണ്ടായത്? ആ വ്യക്തി സർവാതിശയിയായ ദൈവത്തിൻ്റെ ആ വലിയ മഹിമയെയും ബലത്തെയും ഏറ്റുപറഞ്ഞ് എളിമയോടെ നിന്ന് ഈ സർവാതിശയിയായ ശക്തിയുടെ ദൈവത്തിന് മുമ്പിൽ വരുമ്പോൾ, പ്രിയപ്പെട്ട ദൈവപൈതലേ, ഞാനും നിങ്ങളും എളിമയോടെ, ദൈവമേ, ഞാനൊരു സാധു, ഞാനൊരു ദുർബലൻ, ഞാനൊരു ബലഹീനൻ, ഞാനൊരു ദുർബലനായ മനുഷ്യൻ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മഹിമാതിശയത്തെ ഏറ്റുപറയുന്നെങ്കിൽ ആ നിമിഷം അത്ഭുത ശക്തി പ്രവഹിക്കുന്ന നിമിഷമാണെന്ന് മറക്കണ്ട. നാം കാണുന്ന ദാവീദ് ലോകോത്തര ദാവീദിനായിട്ടാണ് നാം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് രാജ്യമെല്ലാം സമൃദ്ധിയിലേക്ക് ഉയർന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് സമ്പത്ത് കുന്നുകൂടി. അദ്ദേഹത്തിൻ്റെ കാലത്ത് പേരും പെരുമയുണ്ടായി. അദ്ദേഹം വലിയ ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ദാവീദ് ദൈവത്തിനടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നത്? പിതാവേ, ഈ ദാസനെയും ഈ ദാസൻ്റെ പിതൃകുടുംബത്തെ ഓർക്കാൻ ഈ ദാസൻ എന്തുള്ളൂ? ഇത് നിസ്സാരമാണ്, അവിടുന്ന് വലിയവൻ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സർവാതിശയ ഭാവത്തെ ഏറ്റു പറഞ്ഞപ്പോൾ ദാവീദ് ഈ ഭൂമുഖത്ത് വെച്ച് മറ്റേതൊരു വ്യക്തിയേക്കാൾ ഉയർന്നവനായി മാറാൻ തക്കവിധം ദൈവത്തിൻ്റെ ശക്തി അദ്ദേഹത്തിന് മേൽ വ്യാപരിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഉന്നത ശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിലേക്ക്, നിങ്ങളുടെ ഭവനങ്ങളിലേക്ക്, നിങ്ങൾ ആരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ശരീരങ്ങളിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക്, കുടുംബ ബന്ധങ്ങളിലേക്ക് ഈ ശക്തിയുടെ ദൈവത്തിൻ്റെ അത്ഭുത അഭിഷേകം ഇപ്പോൾ പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാര ശക്തി, യേശുവിൻ്റെ അത്ഭുത ശക്തി, യേശുവിൻ്റെ അഭിഷേക ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ. ഇടിമിന്നൽ പോലെ, ഇടിമുഴക്കങ്ങൾ പോലെ, ഇടിനാദത്തിൻ്റെ സ്വരത്തിൽ ഇപ്പോൾ അവിടുന്ന് പിതാക്കന്മാർ ഉത്തരമറിഞ്ഞതുപോലെ ഇന്ന് ഈ നിമിഷം ഹൃദയങ്ങളിൽ വലിയ വലിയ ഇടപെടലുകൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതങ്ങളിൽ വലിയ വലിയ ഇടപെടലുകൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ വലിയ വലിയ ഇടപെടലുകൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവം, ശക്തിയുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്.
എൻ്റെ പേര് ജോർജ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഇലക്ട്രീഷ്യനായിട്ട് ജോലി ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഗ്യാസിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. എത്ര ഇതായിട്ടും കുറേ നേരം ഭക്ഷണം നീക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ധ്യാനത്തിൽ, കഴിഞ്ഞ ജനുവരി 28 വന്ന ധ്യാനത്തിലൂടെ എനിക്ക് സുഖപ്പെട്ടു. അതുപോലെ തന്നെ ഞാൻ ബാംഗ്ലൂരിൽ തിരിച്ചു പോയപ്പോഴത്തേനും ഞാൻ ഇവിടെ നിന്ന് അഭിഷേകാഗ്നിയുടെ 2-3 കാസറ്റ് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ഒരു കസ്റ്റമർ ഷൈനി അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരാളുടെ ആങ്ങളെ, കോട്ടയത്താണ് അവർ താമസിക്കുന്നത്. 3 മക്കളുള്ള ഒരു തന്തയാണ്. അപ്പോൾ അയാൾ ബ്ലഡ് ക്യാൻസറായിട്ട് കോട്ടയിലൊക്കെ പോയി ധ്യാനം കൂടി ഒരുവിധ സുഖം പ്രാപിച്ചതാണ്. പക്ഷെ 3 പ്രാവശ്യമായിട്ട് അത് കഴിഞ്ഞിട്ടും 3 പ്രാവശ്യം ആൾ ബെഡ് റെസ്റ്റായി. ഈ നട്ടിലിൻ്റെ ഇവിടെ ഫുള്ള് ബ്ലഡ് ക്ലോട്ട് ആവുക എന്തോ ചെയ്തിട്ട് 7 പ്രാവശ്യത്തോളം ഹീമോതെറാപ്പി ചെയ്തു. അപ്പോൾ ഹീമോതെറാപ്പി എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഭയങ്കര കഷ്ടമാണെന്ന് പറഞ്ഞു ഏതായാലും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ അഭിഷേകാഗ്നിയുടെ CD കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടനോട് പെങ്ങളോട് പറഞ്ഞു, ഇത് കൊടുത്തേച്ചും ഇതിൻ്റെ ആരാധനയുടെ സമയത്ത് മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതുപോലെ അയാൾ പ്രാർത്ഥിച്ചു. നാട്ടിൽ കൊണ്ടുപോയി ആ CD കൊടുത്തപ്പോൾ അവർ പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞങ്ങളിവിടെ ഞാനും എൻ്റെ ഒരു പ്രാർത്ഥന കൂട്ടായ്മയിലുള്ള കുറച്ച് പേരും കൂടെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ആ സഹോദരന് വേണ്ടി. കൃത്യം ഒരാഴ്ച 7 ദിവസത്തിനുള്ളിൽ അയാളുടെ അസുഖം പൂർണ്ണമായി ഭേദമായി. അയാൾ ബെഡ്റൂമിൽ കിടന്നുകൊണ്ട് അയാൾ ഭാര്യ നോക്കുമ്പോൾ 3 റൂം കഴിഞ്ഞ് അടുക്കളയിൽ വന്ന് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം കുടിച്ചു. അപ്പോൾ ഭാര്യയ്ക്ക് ആകെ അതിശയമായി. രാവിലെ 10 വരെ ആൾ കിടന്നുറങ്ങിയായിരുന്നു. 7ാമത്തെ ദിവസം 10:30 ആൾ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് തിരിച്ചു വന്ന് വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ ഈ മെയ് 30 തീയതി ആൾക്കൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അവസാനം ഈ അസുഖം ഉണ്ടോ ഇല്ല എന്ന് പൂർണ്ണമായും ഇതാക്കാൻ വേണ്ടി. അപ്പോൾ എന്നോട് പറഞ്ഞു പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എത്രയും തേടം, അതായത് 9 ദിവസം കൃത്യസമയത്ത് 9 പ്രാവശ്യം എടുത്ത് ചെല്ലാൻ പറഞ്ഞു, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ പോയി ടെസ്റ്റിന് പോയി, യാതൊരു അസുഖമില്ല എന്നുള്ളൊരു റിപ്പോർട്ടായിരുന്നു തിരിച്ചു വന്നത്. ഇന്നിപ്പോൾ അല്ലെങ്കിൽ ആൾക്ക് തിരിച്ച് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇന്നിപ്പോൾ 4 ബസ് കയറി അയാളുടെ സ്വന്തക്കാരുടെ വീട്ടിൽ പോയി. എത്ര വലിയ സൗഖ്യമാണ് ഈശോ നൽകിയത്. ഹല്ലേലൂയ. ഈ സഹോദരൻ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനം കൂടിയപ്പോൾ ഈ സഹോദരന് കർത്താവ് ഉദര സംബന്ധമായ പീഡകളിൽ നിന്ന് സുഖം നൽകി. മാത്രമല്ല ഇദ്ദേഹത്തിന് ഒരു ബോധ്യം കിട്ടിയപ്പോൾ ഇവിടുന്ന് അഭിഷേകത്തിൻ്റെ CD വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ ആ കുടുംബത്തിന് അത്ഭുതം ചെയ്തു. 4 ബസ് കയറിയിട്ടാണ് ഇപ്പോൾ ജോലിക്ക് പോണ ചേട്ടൻ. എന്താ ചേട്ടൻ്റെ ഉത്സാഹം നോക്കി. പ്രിയപ്പെട്ട സഹോദരൻ ബെഡ് റെസ്റ്റായി കിടന്നിരുന്ന ആളാണ്. കീമോതെറാപ്പി എല്ലാം കഴിഞ്ഞ് ഈ നെല്ലൊഴിഞ്ഞ ചാക്ക്
കിടന്ന പോലെ മൂല കൊണ്ട് തട്ടിയിരുന്ന ആളാണ്. ആ ആളാണ് ഇപ്പോൾ എഴുന്നേറ്റ് ജോലിക്ക് പോണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈയടിച്ച് സ്വയം മാതപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്.